കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുൻപ് ഇത് റിലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ മറ്റൊരു ആപ്പിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫോണിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹോം ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോം ബട്ടണിലേക്ക് പോവുക. അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ഫീച്ചേഴ്സ് പ്രോസസ്സസ് തന്നെയൊക്കെ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് ഫോണിനെ കുറച്ചുകൂടി സ്മാർട്ട് വേയിൽ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏതാണ് ഈ ആപ്പ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേര് അസിസ്റ്റീവ് ടച്ച് എന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അസിസ്റ്റീവ് ടച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. അപ്പോൾ അവസാനം ഒരു ഓപ്ഷൻ വരും. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു സ്പെഷ്യൽ ഐക്കൺ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് അസിസ്റ്റീവ് ടച്ച് വർക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ സ്പെഷ്യൽ ഐക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഓപ്ഷൻസ് കാണാം. നോട്ടിഫിക്കേഷൻസ്, ഫേവറൈറ്റ്, സെറ്റിംഗ്സ്, ഹോം, കൺട്രോൾ, അതേപോലെ തന്നെ റീസൺ. നമുക്ക് ഫേവറൈറ്റ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഫേവറേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആപ്സിനെ ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ക്രോമേ, ക്യാമറ, വാട്സാപ്പ്, അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ തന്നെ ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ ക്ലിക്കിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹോം സ്ക്രീൻ എടുത്ത് അവിടെ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസിൻ്റെ ആ ഒരു ബാർ ഓപ്പൺ ആയിട്ട് വരാം. ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ വാട്സപ്പിൽ വന്ന മെസ്സേജസ് അങ്ങനെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഒന്നിച്ച് കിട്ടും. ഇനി അടുത്ത ഓപ്ഷനാണ് റീസെൻറ്റ്. റീസെൻ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ്, ഫോണിലെ റീസെൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടേത് റെഡ്മിയോ അങ്ങനെയുള്ള ചില ഫോൺസ് ആണെങ്കിൽ അതിൽ പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻസ് അലോ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്ത കാര്യങ്ങൾ, ഹിസ്റ്ററി, കാര്യങ്ങളൊക്കെ ലഭിക്കുക. അടുത്ത ഓപ്ഷനാണ് കൺട്രോൾ സെൻറ്റർ. iOS പോലെ തന്നെ നിങ്ങളുടെ ഫോണും ഇതേപോലെ തന്നെ കൺട്രോൾ സെൻറ്റർ ഉണ്ട്. പക്ഷേ നമുക്ക് കൺട്രോൾ സെൻറ്റർ ഈ ആപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്പ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഫോൺ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വർക്ക് നിർത്തിയിട്ട് ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ അസിസ്റ്റീവ് ടച്ചിൻ്റെ ഐക്കൺ കാണാം. അത് പ്രസ് ചെയ്തിട്ട് ഹോം എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. ചിലപ്പം നമ്മൾ ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് ഒക്കെ അടിച്ച് പോവുക, അല്ലെങ്കിൽ ഹോം ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്ത് പ്രോസസ്സസ് ചെയ്യുകയാണെങ്കിലും എളുപ്പം വേറൊരു ആപ്പിലേക്ക് മാറാൻ, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് നമ്മളെ സഹായിക്കും. ഇനി അസിസ്റ്റീവ് ടച്ചിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. സെറ്റിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ലോങ് പ്രസ് എന്നതാണ്. അതായത് നമ്മുടെ ഈ അസിസ്റ്റീവ് ടച്ചിൻ്റെ ഐക്കൺ നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ലോങ് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കണം, അതേപോലെ ഡബിൾ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഐക്കണിൻ്റെ കളറും സൈസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലേഔട്ട്, കളറ്, ഫിക്സഡ് പൊസിഷൻ ആണോ അല്ലെങ്കിൽ അത് മാറ്റിയിടണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയൊരു ആപ്പാണ്, നിങ്ങളുടെ ഫോണിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്സിനെ വളരെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, ഹോം സ്ക്രീനിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു നല്ല ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇനി ടെക്നോളജി ലോകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പുതിയൊരു അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.